എല്ലാവർക്കും സാദര നമസ്കാരം. ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകം എല്ലാ മേഖലയിലും പരമാവധി അറിവ് സമ്പാദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം ആ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ മേഖലയിലും അതിവിദഗ്ധന്മാർ, ഓരോ മേഖലയിലും ഉള്ള സ്പെഷ്യലിസ്റ്റുകൾ ഒക്കെ അവരവരുടേതായ മേഖലകളിൽ കൂടുതൽ അറിവ് നേടി പഠനം നടത്തി മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ അറിവ് ലോക നന്മയ്ക്കായി പ്രയോജനപ്പെടേണ്ടതാണ്. ലോകമാർജിക്കുന്ന അറിവിൻ്റെ ഒരു നല്ല ഭാഗവും ലോക നന്മയ്ക്കായി പ്രയോജനപ്പെടുന്നില്ല. അത് പലപ്പോഴും മാനവരാശിക്ക് വിനാശകരമായി മാറുന്നു. അറിവുണ്ട് എന്ന് വിചാരിച്ച് ഒരു വ്യക്തി എല്ലാം കൊണ്ടും ഉത്തമനാകണം എന്നില്ല, സമൂഹത്തിന് പറ്റിയ ആളാകണമെന്നില്ല, സാമൂഹ്യ അവബോധമുള്ളയാളാവണം എന്നില്ല. അറിവ് ഉണ്ടെങ്കിലും അതോടൊപ്പം തിരിച്ചറിവ് കൂടിയുണ്ടെങ്കിൽ മാത്രമേ അയാളുടെ അറിവ് ലോകോപകാരപ്രദമാവുകയുള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യത്തിലേറെ അറിവുണ്ടെങ്കിലും തിരിച്ചറിവ് ഇല്ല എന്നുള്ളതാണ് സമൂഹത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം. കുടുംബങ്ങളിലുള്ള, സമൂഹത്തിലുള്ള, നമ്മുടെ നാട്ടിലെ പലവിധ പ്രശ്നങ്ങൾക്കും കാരണം, അശാന്തിക്കും കാരണം തിരിച്ചറിവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അറിവിനേക്കാൾ കുറെ കൂടി ആഴമുള്ള തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. അറിവിൻ്റെ കൂടി മൂല്യചിന്ത കൂടി ചേർന്നുണ്ടാകുന്ന തിരിച്ചറിവാണ് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും കുടുംബ ഭദ്രതയ്ക്കും നല്ലത്. അതുകൊണ്ട് വെറും അറിവ് മാത്രം പോരാ, അതിൻ്റെ കൂടി മൂല്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആഴമേറിയ അവബോധം അഥവാ തിരിച്ചറിവ് ഉണ്ടാകണം. പ്രശസ്ത കവി ഡോക്ടർ കെ അയ്യപ്പപ്പണിക്കർ പാടിയതുപോലെ, മുഴുവിപ്ലവം ശബ്ദം, മൂഢപാണ്ഡിത്യം ശബ്ദം, മൂല്യാർത്ഥ നിഷേധ സംവാദവും തുലോം ശബ്ദം. മൂഢപാണ്ഡിത്യം കൊണ്ട് പ്രയോജനമില്ല. അറിവ് മൂഢപാണ്ഡിത്യമായി മാറാൻ പാടില്ല. അത് തിരിച്ചറിവിലേക്ക് വ്യക്തിയെ നയിക്കുന്നതാവണം. പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ അറിവുകൾ മാനവരാശിക്ക് ഉപയോഗപ്പെടാതെ പോകുന്നത് തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടാണ്. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും മറ്റും ലോക നന്മയ്ക്ക് ഉപയോഗിക്കാതെ ലോകത്തിൻ്റെ തന്നെ സർവനാശത്തിന് കാരണമായ ആയുധങ്ങളും മറ്റും ഉപയോഗിക്കുന്നതിനും അങ്ങനെ മഹായുദ്ധങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ ശാസ്ത്രീയമായ അറിവ് കാരണമാകുന്നു. ആ ശാസ്ത്രീയമായ അറിവ് ലോക നന്മയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് തിരിച്ചറിവ് ആയി മാറേണ്ടിയിരിക്കുന്നു. ലോകത്തെ, ഈ സമൂഹത്തെ, നാം ജീവിക്കുന്ന കാലഘട്ടത്തെ, ഇനി വരാൻ പോകുന്ന കാലത്തെ പറ്റിയൊക്കെയുള്ള ഒരു തിരിച്ചറിവ് കലർന്ന ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ അറിവ് പ്രയോജനകരമാകും. അല്ലെങ്കിൽ അറിവ് വെറും ഒരു നോളജ് മാത്രമായി, വെറും ഒരു വിജ്ഞാനം മാത്രമായി അത് അറിവ് ആർജിക്കുന്നവരുടെ മനസ്സിൽ ഒതുങ്ങും എന്നുള്ളതല്ലാതെ ആ അറിവ് വ്യക്തിയെ പരിപൂർണനാക്കുന്നില്ല, പക്വമതിയാക്കുന്നില്ല. ഒരു വ്യക്തിയെ പരിപൂർണനാക്കണമെങ്കിൽ, ഒരു വ്യക്തി പക്വമതിയാകണമെങ്കിൽ, തൻ്റെ കാലത്തിനൊത്ത് ജീവിക്കാൻ പ്രാപ്തനാവണമെങ്കിൽ, സമൂഹത്തിന് അയാൾ ഉപകാരിയായി മാറണമെങ്കിൽ അയാൾക്ക് വെറും അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് കൂടി ഉണ്ടാവണം. അതുകൊണ്ട് അറിവുള്ളവരായി നാം അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതോടൊപ്പം തിരിച്ചറിവുള്ളവരായി കൂടി മാറ്റാൻ ശ്രമിക്കുക. അവർക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ നാം ജീവിച്ചതുപോലെ സ്നേഹസമ്പന്നമായ കുടുംബ ഭദ്രതയോടുകൂടി നല്ല സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ ലോകം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നാളെയും ഇനി എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ ലോകം ഭദ്രമായി, സ്നേഹദീപ്തമായി, ഐക്യബോധത്തോടുകൂടിയും സാമൂഹ്യ ബോധത്തോടുകൂടിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് വെറും അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് കൂടി ഉണ്ടാവണം. തിരിച്ചറിവ് ഉള്ളവരായി
അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിന്, മനോഹരമായ ഒരു ലോകക്രമം സൃഷ്ടിക്കുന്നതിന് തിരിച്ചറിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു വിവരം ഏവരുടെയും ശ്രദ്ധയിലേക്ക് പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.